സർ, ട്രംപിനെതിരായി അമേരിക്കയ്ക്കകത്തു നിന്ന് തന്നെ നീക്കങ്ങൾ നടക്കുന്നു. എന്നുവച്ചാൽ അമേരിക്ക അകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ വല്ലാതെ പുകയുന്നു എന്ന് വേണം കരുതാൻ. കാരണം ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പുമായി അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ ട്രംപിനെ കുടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്കകത്തു നിന്ന് തന്നെ ന്യൂയോർക്ക് സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ആളുകൾ കരുക്കൾ നീക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ. തീർച്ചയായിട്ടും. എല്ലാ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ കൂട്ട് ഈ പറയുന്ന പോലെ അമേരിക്ക. അമേരിക്കക്കകത്ത് ഈ പറയുന്നത് പോലെ ഏത് വിഷയത്തിനകത്തും അവിടുത്തെ പ്രതിപക്ഷം ഇതുപോലെ ഇടപെടും. ഇപ്പൊ പ്രതിപക്ഷം വലിയ പ്രശ്നത്തിലാ. ഇതിനകത്ത് ഏത് വിഷയത്തിനകത്തും ഇവിടുത്തെ പപ്പു അടിക്കുന്ന പോലുള്ള അടിയല്ല. അവര് ആധികാരികമായിട്ട് ആ രാജ്യത്തിന്റെ പുരോഗതിയിലൂന്നി ഓരോ ആൾക്കാരും സംസാരിക്കുന്നു. എല്ലാ ആൾക്കാരെയും മനസ്സിലാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു ചർച്ചയാക്കി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ജനത ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അമേരിക്കയെ കരുതാം. അപ്പൊ എല്ലാ വിഷയത്തിനകത്തും ചർച്ചയുണ്ട്. പ്രധാനമായിട്ടും അവരുടെ വിഷയത്തിനെന്ന് രാജ്യസുരക്ഷ, അവരുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, അതായത് സാമ്പത്തിക സംവിധാനം ആ രാജ്യത്ത് എങ്ങനെ കടന്നു പോകുന്നു എന്നതിനെ പറ്റി അവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇപ്പം ഈ എടുക്കുന്ന ട്രംപ് വന്നിരിക്കുന്നു ഗ്രേറ്റ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് ഒരു മുദ്രാവാക്യം, ഗ്രേറ്റ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അങ്ങനെ കണ്ടൊക്കെ ഒരു മുദ്രാവാക്യം. അത് എങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അമേരിക്കയെ ഉച്ചസ്ഥയിൽ എത്തിക്കാൻ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ ആശയത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ഇലക്ഷൻ വന്നത്. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് അദ്ദേഹം ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, അത് താരിഫിന്റെ രൂപത്തിലായാലും മറ്റ് പല രൂപത്തിലായാലും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യവും യാതൊരു മൂളയുമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം അവലംബിച്ചുകൊണ്ട് പോകുന്നു. ഒരുപക്ഷെ ഇത് തുടർന്നു പോയാൽ ദൂരവ്യാപകമായിട്ട് അമേരിക്ക തലകുത്തി വീഴുകയും ലോകക്രമത്തിലല്ല അമേരിക്കയുടെ അവസ്ഥ വളരെ മോശമാകും, പതിറ്റാണ്ടുകൾക്ക് ശേഷം മോശമാകുകയും പോകുന്ന രീതിയിലേക്ക് ഉള്ള ചർച്ച ഇപ്പൊ അമേരിക്കയിൽ വന്നു കഴിഞ്ഞു. അത് വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു, സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് തന്നെ ആ തരത്തിൽ പറയുന്നതായിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ വോട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടാ. നമ്മൾ ഈ പറയുമ്പം അമേരിക്കയിലെ വലിയ ഡോളറിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരൊന്നും അല്ല കൂടുതലായിട്ടുള്ളത്. വളരെ കൂടുതലായിട്ട് സാധാരണക്കാരനും അതിനെക്കാട്ടിൽ മോശമായിട്ട് ഈ പറയുന്ന ഡോളർ മോട്ടിക്കുന്നവരും ഒക്കെ ഉള്ള ഭിക്ഷാടകരൊക്കെ ഉള്ള രാജ്യമാണ്. ആ സ്ഥലത്ത് അവർ ജീവിക്കുന്ന ജീവിതക്രമം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും ചെല്ലുന്ന ഈ അമേരിക്കൻ പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് വില കുറവുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മേടിച്ചെടുത്താണ് അവർ ജീവിക്കുന്നത്. ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ച് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കുന്നവരുടെ എണ്ണം അവിടെ നോക്കുമ്പോൾ ഏതാണ്ട് 40, 45, 50% വരും. അറിയാമോ? അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇതിന് വില കൂടിയാൽ അവരെങ്ങനെ മേടിക്കും? അവിടെ പണപ്പെരുപ്പം ഉണ്ടാവും, അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അമേരിക്കയ്ക്കകത്ത് ഡെമോക്രാറ്റിക് പാർട്ടി ന്യൂയോർക്ക് മേയറായിട്ട് മത്സരിക്കുന്ന മദാനി എന്ന് പറയുന്ന ആളിപ്പം ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരൻ ഉതകുന്ന രീതിയിലേക്കല്ല പ്രസിഡന്റ് പോകുന്നുള്ള രീതിയിലേക്കും അത്തരത്തിൽ ഉള്ള ഒരു പ്രചരണമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ പ്രചരണത്തിന് അമേരിക്കയിൽ ഉടനീളം വലിയ സ്വാധീനവും വലിയ പിന്തുണയും കിട്ടുന്നു. അതായത് അമേരിക്കയിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു, സാധാരണക്കാരൻ തെരുവിലേക്ക് പോകുന്നു, അവനും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവൻ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, ഭക്ഷണം മേടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, നേരത്തെ ഒരു കടയിൽ നിന്ന് 4 പാക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നവന് ഇപ്പം 1 പാക്കറ്റ് പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു. ഇത് ശരിയാവുന്ന രീതിയിലേക്ക് വരുന്നു. ഇത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ, അതിന് വലിയ സ്വാധീനം അവിടെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം എടുക്കുന്ന ഇപ്പൊ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഒരുപക്ഷെ ഇന്ത്യയോട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഒരുപക്ഷെ ചൈനയോട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, യൂറോപ്യൻ രാജ്യങ്ങളോടും ആ സഖ്യരാജ്യങ്ങളോടും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തെറ്റാണ്. അത് അമേരിക്കയെ ഒറ്റപ്പെടുത്തും, നാളെ കാലത്ത് അമേരിക്കയെ വീഴ്ത്തും എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഈ മുദ്രാവാക്യം ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചാൽ അമേരിക്കയ്ക്കകത്ത് രാഷ്ട്രീയത്തിനകത്ത് വലിയ വ്യത്യാസവും അല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ലോകക്രമത്തിലും ട്രംപിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഇദ്ദേഹം ഈ എടുക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാമല്ലോ, നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയായിരുന്നു ലോകത്തിൽ എന്ത് കാര്യം തീരുമാനിക്കുന്നത്. അമേരിക്ക തീരുമാനിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ച് പോകുന്നതിന് വേണ്ടിയേ ലോകക്രമം. പക്ഷെ അതിനകത്ത് വ്യത്യാസം വന്നു. വ്യത്യാസം വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മുൻപേ പോകാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ പുറകിൽ നിൽക്കാൻ
ഇപ്പൊ പുറകിൽ നിൽക്കുന്ന GDP ലെവലിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇനി നാളെ കാലത്തെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം ചൈനയുള്ളായിരുന്നു. ഇപ്പം ആ ചൈനയെ പോലും വിട്ടിട്ട് ഇന്ത്യയുടെ പുറകെ പോകുന്നു. അതായത് ബുദ്ധിപരമല്ലാത്ത നീക്കം. ബൈഡന്റെ കാലത്ത് ഈ ചൈനയെ മാത്രം നോക്കി അല്ലെങ്കിൽ ചൈനയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിച്ചിരുന്നു. അതാണ് ഇപ്പോഴും അയാൾ ചെയ്യേണ്ടത്. അതായത് അയാൾ ചെയ്യുന്ന നയതന്ത്രം അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന നയതന്ത്രം ഒരു കാലത്തും ലോകത്തിനും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വേറെ കാര്യമാണല്ലോ ഇപ്പൊ മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അമേരിക്കൻ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ വന്നതെന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി പോലുമല്ല, ആ രാജ്യത്തിന്റെ സൈനിക മേധാവി അവിടെ നിന്നുകൊണ്ട് ലോകത്തെ നശിപ്പിക്കും, അണുബോംബ് ഇടും, അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കും, അണുബോംബ് ഇടും എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മറിച്ചൊന്നും പറയാതിരിക്കുന്ന ഒരു അമേരിക്കയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അമേരിക്ക എത്തരത്തിലേക്ക് പോയി. ഇതിനകത്തൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് രാജ്യങ്ങൾക്ക്. കാരണം അമേരിക്കയുടെ വില എവിടെ പോയി? പാകിസ്ഥാൻ പോലെ ലോകത്തെല്ലാ രാജ്യങ്ങളും ശത്രുവായിട്ട് കാണുന്ന ഒരു രാജ്യത്തിന്റെ മേധാവി, അത് സൈനിക മേധാവി അവിടെ വന്നിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ പെന്റഗണിൽ നിന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എവിടെ പോയി? ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഏതായാലും ഈ ട്രംപിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ട്രംപ് വിചാരിക്കുന്നുണ്ടോ ഇനി എനിക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പിന്നെ വേറെ വാർത്ത എവിടെ വന്നിട്ടുണ്ട്, 2 വട്ടത്തിൽ കൂടുതൽ മത്സരിക്കാമെന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു നിയമത്തിനകത്ത് വ്യത്യാസമൊക്കെ വരുത്താൻ വേണ്ടി പുള്ളി ശ്രമിക്കുന്നുണ്ടോ? അതിനകത്തൊക്കെ എത്രത്തോളം നടക്കുമെന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. അത് നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ. ഏതായാലും ട്രംപിന്റെ കാര്യം ഈ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ട്രംപിന്റെ വിഷയം ലോകത്ത് ഉടനീളം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ട്രംപിന്റെ നിലപാടുകൾ അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് ഒരുപക്ഷെ ഒരു പ്രക്ഷോഭവും ഒരു കലാപവും ഒക്കെ അമേരിക്കയിൽ ഉരുത്തിരിഞ്ഞാൽ, അതായത് വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഉരുത്തിരിഞ്ഞാൽ അതിനെ നമ്മൾ അതിശയത്തോടുകൂടി കാണേണ്ടതില്ല. ഈ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ വിജയം, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അത് ട്രംപിനെതിരെയും സാധാരണക്കാരന് അനുകൂലമാകുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റുപിടിക്കാൻ അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം വീണ്ടും ജനങ്ങൾ തയ്യാറായാൽ ട്രംപിന്റെ ദിവസം എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സർ, ഇപ്പോൾ നിലവിൽ സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഇലക്ഷനെ സംബന്ധിച്ചാണ് അമേരിക്കയിൽ പ്രക്ഷോഭം വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ നേരത്തെ പലതവണ പറഞ്ഞിട്ടുമുണ്ട്, അമേരിക്കക്കകത്ത് പെന്റഗണിൽ നിന്നുൾപ്പെടെയുള്ള ചില നേതാക്കൾ അമേരിക്കയിൽ അല്ലെങ്കിൽ ട്രംപിനെതിരെ അല്ലെങ്കിൽ ട്രംപ് അനുകൂലിക്കുന്ന ചില ആളുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെന്ന്. ഇത്തരത്തിൽ ട്രംപ് ഒരു തരത്തിൽ ട്രംപിനെ വിമർശിച്ച് ട്രംപ് ഒരു ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് എന്ന് വച്ചാൽ ട്രംപിന്റെ ചില തീരുമാനങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം നേരിട്ടേക്കാവുന്ന ഇന്ത്യയെ പോലെയുള്ള ചില രാജ്യങ്ങൾക്ക് അതൊരു ആശ്വാസമാകും. അല്ല, ആശ്വാസമാകുമെന്ന് ചോദിച്ചാൽ ആശ്വാസമൊന്നുമില്ല. ഇപ്പൊ ട്രംപ് ഈ തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നടത്തിയേ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നമാണ് നമ്മൾ ഈ പറയുമ്പം. ഇപ്പൊ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തായിട്ട് ഇരിക്കുന്ന ഒരാള് പ്രചരണം നടത്തുന്നതിനപ്പുറം JD വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല. JD വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ താരിഫ് ഞാൻ എടുക്കും, ചൈനയ്ക്കെതിരെ താരിഫ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് മറ്റു രാജ്യങ്ങളുടെ സാധനം ചെന്നില്ലെങ്കിൽ ആ രാജ്യത്ത് നമ്മുടെ കേരളത്തിന്റെ കൂട്ടാ പലയിടത്തുനിന്ന് മേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാശൊക്കെ കയ്യിലുണ്ട്, സാധനം ഇവിടെ ഉൽപാദനമില്ല. അത് ഉൽപാദനം കുറവുള്ള മറ്റു രാജ്യങ്ങളിൽ കാത്തുനിന്ന് ഇറക്കുമതി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനകത്ത് അത് മേടിച്ച് കഴിയുന്നു ആ രാജ്യത്തെ ആൾക്കാർ. അപ്പൊ ചൈനയിൽ നിന്നുള്ള തിരിവ് കൂട്ടരുത്. ചൈന ഒരു പണിയും കൊടുത്തില്ല, റയർ മെറ്റീരിയൽസിന്റെ ലഭ്യത കുറച്ചു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് മേടിച്ചെടുക്കുന്നതിനകത്ത് മറ്റു രാജ്യങ്ങളെ സമീപിച്ചാൽ കിട്ടാത്ത സാധനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ് ചൈന. അത് ചൈന അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിർത്തി. അതുകൊണ്ടാണ് ചൈനയ്ക്കകത്ത് കാല് വീണത്. വീണ്ടും താരിഫ് കൂട്ടും എന്ന് പറയുമ്പോൾ JD വാൻസ് പറഞ്ഞു ഇതിനെപ്പറ്റി ആലോചിക്കണം, അല്ലെങ്കിൽ അത്തരം താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. ആ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ പെന്റഗൺ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ട്രംപ് പറയുന്നത് ശരിയാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റൂ. അല്ല ട്രംപ് പറയുന്നത് ശരിയായിട്ടല്ല, അല്ലെങ്കിൽ ശരികേടുകൾ ഉണ്ട്. അത് ട്രംപിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് വരെ അറിയാം. അതുകൊണ്ടാണ് ഈ താരിഫും പുനഃപരിശോധിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരെയുള്ള താരിഫ് അങ്ങനെ വേണ്ട എന്ന് പറയുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഭാഗം പോലും ആകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞല്ലോ അത് ആലോചിക്കണം എന്നിട്ട് അയാൾ കേട്ടിട്ടില്ല. ഇതൊക്കെ വലിയ കുഴപ്പത്തിലേക്ക് പോകും. അപ്പൊ അതൊക്കെ മുതലെടുത്ത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ മുതലെടുക്കാൻ പോകുന്നത്? മാത്രമല്ല എടുത്ത് ജനത്തിനെ ബാധിക്കും. അത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കും, പണപ്പെരുപ്പം ഉണ്ടാക്കും. ഈ താരിഫ് ഇങ്ങോട്ടടിക്കുന്നത് അങ്ങോട്ടായിരിക്കും, അവിടെയാണ് ബാധിക്കാൻ പോകുന്നതൊക്കെ ആദ്യമേ തൊട്ട് ഇതിന്റെ സാമ്പത്തിക വിദഗ്ധർക്ക് ഇത് അറിയാമല്ലോ. ഇയാൾക്ക് തലയ്ക്കകത്ത് ആള് താമസമില്ലെന്ന് പറഞ്ഞിട്ട് ദൂരവ്യാഹവും പ്രത്യാഘാതം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി അറിയാമല്ലോ. അതാണ് ഇവിടുത്തെ കുഴപ്പം, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും.
അതാണ്. എന്തായാലും ട്രംപിനെതിരെ ആഭ്യന്തര വിഷയങ്ങൾ അമേരിക്കയിൽ രൂക്ഷമാവുകയാണ്. പലരും ട്രംപിനെതിരെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരുന്നു. വലിയ ആഹ്വാനങ്ങൾ നടക്കുന്നു. ന്യൂയോർക്ക് സിറ്റി കേന്ദ്രീകരിച്ച് മാംദാനിയെ പോലെയുള്ളവർ ട്രംപിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെതിരെ അമേരിക്കയിൽ നിന്ന് വലിയൊരു പടയൊരുക്കം നടക്കുന്നു. ആ സമയത്താണ് ട്രംപ് ഇന്ത്യയെ പോലെയുള്ള ലോകരാജ്യങ്ങൾക്ക് മേൽ കടുത്ത അനീതി കാണിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.